ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ധന്യ അമ്പാടി. ഞാൻ റീസെന്റ് MOH വിന്നറാണ്. ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാർജയിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാറിന്റെ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായത്. അങ്ങനെ MOH എഴുതണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് സാറിനെ ഇവിടെ തന്നെ ഹസ്ബൻഡ് വിളിച്ച് ഷാർജയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് തിരക്കി. അപ്പോഴാണ് സാർ ഇങ്ങനെ പറയുന്നത്, ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്, അല്ലാതെ ഓഫ്ലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫറബിൾ ആയിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് വേണമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ വന്ന് വേണമെങ്കിലും പഠിക്കാമെന്നുള്ള കാര്യം. അങ്ങനെ സാറ് തന്നെ പറഞ്ഞു വന്ന് പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഹസ്ബൻഡ് വേഗം തന്നെ വിസിറ്റ് വിസ എടുക്കുകയും ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ ഇവിടെ വരികയും ചെയ്തു. പിന്നെ ഒരു 1-2 ദിവസം വന്നതിന് ശേഷത്തിൽ ഞാൻ സാറിനെ വന്ന് കാണുകയും ചെയ്തു. നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും സാറ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു. നമ്മൾ ക്ലാസ്സിന് വരാൻ തുടങ്ങി. പിറ്റേന്ന് മുതൽ ക്ലാസ്സിന് വന്ന് അറ്റൻഡ് ചെയ്തു. ഫസ്റ്റിലെ തന്നെ മാഡത്തിന്റെ ക്ലാസ് ആണുള്ളത്. ആതിര മാം നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. നമ്മളെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരുന്നതിനും മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. നമ്മളുടെ ഓരോ സിസ്റ്റം വൈസ് നമുക്ക് മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിനകത്തുനിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് വരികയും ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് സാറുണ്ട്, സാറിന്റെ വൈഫുണ്ട് ഇവിടെ. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവരും ഒട്ടും പിന്നോക്കം പോകുന്നവരല്ല. പിന്നെ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ ടെൻഷനായിട്ടാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിള് ചെയ്ത് ഇപ്പൊ ഒരാൾ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോഴത്തേക്കിനും അതിന്റെ ഒരു ക്വസ്റ്റ്യൻ 4 പേര് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു ക്വസ്റ്റ്യൻ കിട്ടി നമുക്ക് അത് ആൻസർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നമ്മൾ അത് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോൺഫിഡൻസ് ആണ്. അപ്പൊ നമ്മൾ എക്സാം ഡേറ്റ് എടുത്താലും നമ്മൾക്കൊരു പ്രശ്നമില്ല. കൂടുതലും നമ്മളെക്കാട്ടിലും കോൺഫിഡൻസ് സാറിനാണ്. സാറ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രയോ പഠിക്കുന്നോ അത്രയും നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതിക്കോളാനാണ് സാറ് പറയുന്നത്. എത്ര നാള് വേണമെങ്കിലും സാറ് കോച്ചിങ് തരാനും സാർ തയ്യാറാണ്. പിന്നെ അങ്ങനെ എക്സാം ഡേറ്റ് കിട്ടി നമ്മൾ എക്സാമിന് പോവുകയാണ്. പോയി അവിടെ ചെന്ന് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കിട്ടുമ്പോൾ തന്നെ ദൈവം സഹായിച്ച് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. പിന്നെയും ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മളുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ട് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു 90-95 ക്വസ്റ്റ്യൻസ് സാറ് 100% പറയും. 95 അല്ലെങ്കിൽ 98 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു 2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ പിറ്റേന്ന് തന്നെ, എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ റിസൾട്ട് വന്നു. റിസൾട്ട് വന്നതിൽ പാസ്സായി. നമ്മള് ഭയങ്കര സന്തോഷമാണ്. ഹസ്ബൻഡ് ആണെങ്കിലും രാവിലെ ഞാൻ 7:30 ഇവിടെ വരുമായിരുന്നു. സാറാണെങ്കിലും സാറ് വന്ന് ഓഫീസ് തുറന്നു തരുമായിരുന്നു. 7:30 വന്നിരുന്ന് പഠിക്കുമായിരുന്നു. 5:30 വരെ ഇവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു. ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാണെങ്കിൽ ആർക്കാണെങ്കിലും നമുക്ക് പഠിച്ച് MOH വിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സാറിന്റെ ആണെങ്കിലും വൈഫിന്റെ ആണെങ്കിലും സാറിന്റെ വൈഫിന്റെ ആണെങ്കിലും ആതിര മാഡത്തിന്റെ ആണെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മളെക്കാട്ടി കോൺഫിഡൻസ് അവർക്കാണ് നമ്മൾ പാസ്സാവും എന്നുള്ളതിലൊരു കാര്യം. അപ്പം എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാർജ. സാറിന്റെ തന്നെ ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്തും ഉണ്ട്. അവിടെയും നമുക്ക് പഠിക്കാം, നമുക്ക് വിൻ ചെയ്യാം. അവിടെയും റീസെന്റ് ഒരുപാട് പേര് MOH പാസ്സായിട്ടുണ്ട്. ഇവിടെ MOH ഞാനിവിടെ വന്നിട്ട് ഇതുവരെ ആരും ഫെയിൽ ആയിട്ടില്ല. അതൊരു കോൺഫിഡൻസ് ആണ്, എല്ലാവർക്കും തരുന്ന ഒരു കോൺഫിഡൻസ് ആണ്. ആരും ഓരോരുത്തർ പാസ് ഔട്ട് ആയി പോകുമ്പോഴും നമുക്ക് കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എല്ലാവരും ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുക.